രോഗാതുരനായിരുന്ന പ്രിയ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ 88-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നുള്ളത് തിങ്കളാഴ്ച വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ചില നാളുകൾ ആയി അദ്ദേഹം പക്ഷാഘാതത്തിൻ്റെയും അതേപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് പത്രമാധ്യമ വാർത്തകളിലൂടെ നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ തന്നെ ഉയർന്നു വന്നൊരു ചോദ്യമായിരുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം ഇനി മറ്റൊരാൾ ആര് എന്നുള്ളതായിരുന്നു ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും ഉയർന്നു വന്നൊരു ചോദ്യം. മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ലോകത്തിൻ്റെയും ആത്മീക പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ നിര്യാണത്തിന് ശേഷം മറ്റൊരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വരേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അത് ഏറ്റവും യോഗ്യനായ വ്യക്തി ആയിരിക്കണം എന്നുള്ളതും ക്രൈസ്തവ സമൂഹത്തിൽ അവർ ആഗ്രഹിക്കുന്നതും പ്രത്യേക കത്തോലിക്ക സഭാ വിഭാഗം അതിനേറെ പ്രാധാന്യം നൽകുന്നതുമാണ്. അത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന 9 പേരുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. 9 വ്യക്തികളാണ് ഏറ്റവും യോഗ്യരെന്ന് അപ്പോൾ അത്തരം 9 വ്യക്തികളാണ് ഇപ്പോൾ ഏറ്റവും യോഗ്യരെന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. അതാരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഒന്നാമതായി പറയപ്പെടുന്ന പേരെന്ന് പറഞ്ഞാൽ ജീൻ മാർക്ക് അവൈലി. അദ്ദേഹം ആർച്ച് ബിഷപ്പ്, മാഴ്സലിയുടെ ആർച്ച് ബിഷപ്പാണ്. ഫ്രാൻസുകാരനാണ്. 66 വയസ്സുണ്ട്. അദ്ദേഹത്തെ അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമങ്ങളൊക്കെ വിളിക്കുന്നത് ജോൺ 24-മൻ എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു രൂപസാദൃശ്യം ജോൺ പോൾ 23-മനുമായിട്ടൊക്കെ ഏകദേശം ഒത്തുവെക്കാൻ പറ്റുന്നതായതുകൊണ്ട് അദ്ദേഹം ജോൺ 24-മൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലം ചെയ്തു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ടൊക്കെ ഒരുപാട് ഈ സോഷ്യൽ കാര്യങ്ങളിലൊക്കെ അത്തരം രീതികളിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ കർദിനാൾ പീറ്റർ എർദോ ആണ്. അദ്ദേഹം ഹംഗറിക്കാരനാണ്. ഏജ് 72 വയസ്സ്. കർദിനാൾ പീറ്റർ എർദോ ഹംഗറിയാണ്. 72 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയങ്ങളുമായി ഒത്തുപോകുന്ന പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. യൂറോപ്പിലും ആഫ്രിക്കയിലുമുള്ള ചർച്ചുകളുമായിട്ട് വലിയൊരു ബന്ധം ഈ വ്യക്തി കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും ജീവിത രീതിയും ഒക്കെ അദ്ദേഹത്തെ ഒരു നെക്സ്റ്റ് പോപ്പ് എന്നുള്ള ലെവലിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. മൂന്നാമത്തെ പേരെന്ന് പറഞ്ഞാൽ കർദിനാൾ മാരിയോ ഗ്രേക്ക്, സെക്രട്ടറി ജനറൽ ഓഫ് ദി സൈനോഡ് ഓഫ് ബിഷപ്സ്. മാൾട്ടക്കാരനാണ്. ഏകദേശം 68 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്. മാൾട്ടയിലെ ഒരു ചെറിയ ഐലൻഡ് ആയിട്ടുള്ള ഗോസോയിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യുന്ന തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയുടെ പുരോഗമന നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ വ്യക്തി. അദ്ദേഹത്തിന്റെ കാർക്കശ്യത കൊണ്ട് ഒരുപാട് ശത്രുക്കളെ നേടിയെടുത്തതായിട്ടുള്ള ഒരു പുരോഹിതനാണ് ഈ പറയുന്ന ഗ്രേക്ക്. നാലാമതായി കർദിനാൾ ജുവാൻ ജോസ് ഒമല, ആർച്ച് ബിഷപ്പ് ബാഴ്സലോണ. നോർത്ത് സ്പെയിനിലെ ക്രേറ്റയിൽ ജനിച്ച ഇദ്ദേഹം വളരെ ലാളിത്യമുള്ള ജീവിതത്തിന് ഉടമയായിരുന്നു. മാത്രവുമല്ല കാലം ചെയ്തു പോയ പ്രിയ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഒരുപാട് ഇഴുകിച്ചേർന്ന് നിന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അത്തരം ആശയങ്ങളെ ഹൃദയത്തിലേക്കിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തൻ്റെ ഇടയ പരിപാലനത്തിന് വേണ്ടി അദ്ദേഹം സഭാപരമായ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. വളരെ ഔന്നത്യത്തിൽ ആയിരുന്നെങ്കിലും പശ്ചാത്തലമുള്ള വ്യക്തിയാണെങ്കിലും എളിയ ജീവിതം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അടുത്ത അഞ്ചാമതായി കർദിനാൾ പിയട്രോ പരോളിൻ, ഇറ്റലി വത്തിക്കാൻകാരനാണ്. ഇദ്ദേഹം വത്തിക്കാൻ ഡിപ്ലോമാറ്റാണ്. ഏജ് 70 വയസ്സ്. പുരോഗമന ചിന്താഗതിയും യാഥാസ്ഥിക ചിന്താഗതിയും ഒരേപോലെ കൊണ്ടു നടന്നൊരു വ്യക്തി. എന്ന് പറഞ്ഞാൽ 2 കൂട്ടരെയും വെറുപ്പിക്കാതെ നല്ല ഭംഗിയായി കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു
വലിയ പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറിയ ശതമാനവും അദ്ദേഹം ചർച്ച് ഡിപ്ലോമാറ്റാണ് അദ്ദേഹം ജീവിച്ചത്, അല്ലെങ്കിൽ അത്തരം ചർച്ച് ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 2013 മുതൽ പോപ്പ് ഫ്രാൻസിസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പോൾ 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കുന്ന അന്ന് മുതൽ ഇങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള പദം അലങ്കരിച്ചു പോരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഈ ഒരു പദവി എന്ന് പറഞ്ഞാൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രിക്ക് തത്തുല്യമായിട്ടുള്ള ഒരു പദവിയാണ് ഈ സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ളത്. മാത്രവുമല്ല, ഡെപ്യൂട്ടി പോപ്പ് എന്നുള്ള നിലയിൽ പോപ്പ് കഴിഞ്ഞ രണ്ടാമത്തെ സ്ഥാനമാണ് ഈ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന പദവിക്കുള്ളത്. അത്രയും ഉയർന്ന പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ്. കാരണം അവരുടെ സ്ഥാനം പോപ്പിന് തൊട്ട് താഴെയാണ്. വത്തിക്കാൻ ഹൈറാർക്കി പോണ്ടിഫ് പ്രകാരം അത്രയും ഉയർന്ന സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. ആറാമതായിട്ട് കർദിനാൾ ലൂയിസ് അന്റോണിയോ റോക്കിംഗ് ടാഗൽ എന്നറിയപ്പെടുന്ന ഫിലിപ്പീൻസുകാരനാണ്. ഇദ്ദേഹത്തിന് 67 വയസ്സുണ്ട്. ഏഷ്യൻ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം സാമൂഹ്യപരവും അതേപോലെ തന്നെ സാമൂഹിക നീതിയും അതിന്റെ ഉന്നഗമനത്തിനും വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുകയും സമർപ്പിതനായി തീർന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതവുമായിട്ട് ഒരുപാട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇഴുകിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേര് അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു എങ്കിൽ ഏഷ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ പോണ്ടിഫ് ആയിരിക്കും ഈ താഗൽ എന്ന് പറയുന്ന മഹൽ ജീവിതം. അപ്പോൾ ഇദ്ദേഹത്തിന്റെയും പേര് ഉയർന്നു കേൾക്കുന്നത് ഏഷ്യയുടെ വലിയൊരു പ്രതീക്ഷയായി തന്നെ നിലനിൽക്കുന്നു. ഏഴാമതായി കർദിനാൾ ജോസഫ് ടോബിൻ, ആർച്ച് ബിഷപ്പ് നെവാർക്ക് ആൻഡ് അമേരിക്കക്കാരനാണ്. 72 വയസ്സുണ്ട്. റിഡപ്റ്റോറിയസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു കത്തോലിക്ക മത ഉത്തരവിന്റെ മുൻ ആഗോള നേതാവാണ് ഇദ്ദേഹം. വത്തിക്കാൻ സേവനത്തിനും US-ലുള്ള വിവിധ സഭാപരമായിട്ടുള്ള മികച്ച സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ള ഇദ്ദേഹം ഇറ്റലി, സ്പാനിഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ് എന്നീ ഭാഷകളിൽ വൈവിധ്യം നേടിയ അല്ലെങ്കിൽ നൈപുണ്യം നേടിയ വ്യക്തി കൂടിയാണ്. വളരെ മികച്ച ഒരു സഭാ ചരിത്രമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. എട്ടാമതായി കർദിനാൾ പീറ്റർ കോഡ്വോ അപ്പിയ ടർക്സൺ, ഖാനക്കാരനാണ്. വത്തിക്കാൻ ഒഫീഷ്യലായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ഏജ് 76 വയസ്സുണ്ട്. ചെറിയ തുടക്കങ്ങളിൽ നിന്നും കുതിച്ചുയർന്ന വ്യക്തി പ്രഭാവം, സഭാപരമായ കാര്യങ്ങളിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ്. തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ സബ് സഹാറ ആഫ്രിക്കൻ റീജിയനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ പോണ്ടിഫായിട്ട് ഇദ്ദേഹം മാറും എന്നുള്ളതാണ്. ഒമ്പതാമതായിട്ടും ഏറ്റവും അവസാനമായിട്ടും കേൾക്കുന്ന പേരെന്ന് പറയാം മറ്റോ മരിയ സൂപ്പി എന്ന ഇറ്റലിക്കാരൻ്റെയാണ്. ഇദ്ദേഹം ആർച്ച് ബിഷപ്പ് ഇൻ ബോലോഗ്നയാണ്. ഏജ് 69 വയസ്സുണ്ട്. ഫ്രാൻസിസ് പോപ്പിനെ പോലെ അദ്ദേഹം ബ്യൂണോനിൽ താമസിച്ചിരുന്നപ്പോൾ സ്ട്രീറ്റ് പ്രീസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഫാദർ മറ്റോ എന്നറിയപ്പെട്ട ഇദ്ദേഹം അഭയാർത്ഥികളോടും പാവപ്പെട്ടവരോടും വളരെ താല്പര്യം കാട്ടുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിന് പകരം പലപ്പോഴും ഒരു സൈക്കിൾ ചവിട്ടിയാണ് അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ യാത്ര ചെയ്യാനാണ് കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. വളരെ ലാളിത്യപൂർവമായ ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു ഈ വ്യക്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കർദിനാൾമാരാണ്. ഈ കർദിനാൾമാരെല്ലാം കൂടി ഒരു അടച്ചിട്ട ഒരു റൂമിൽ, ആ റൂമിൽ ഇരുന്നു കൊണ്ടാണ് ഏത് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇനി അടുത്ത പോപ്പ് ആരാകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അത്തരം ആ ഒരു അടച്ചിട്ട റൂമിനെയാണ് കോൺക്ലേവ് എന്നറിയപ്പെടുന്നത്. ഈ കോൺക്ലേവ് ആണ് നെക്സ്റ്റ് ലെവലിലെ നെക്സ്റ്റ് പോപ്പ് ആരായിരിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പേരുകളൊക്കെ ഇന്ത്യക്കാരുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ നമുക്ക് തന്നിരുന്നെങ്കിലും അവസാന ലിസ്റ്റ് വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തികൾ ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു പോപ്പ് എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഒരുപാട് വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ആഗോള പ്രശ്നങ്ങളിലും ആനുകാലിക പ്രശ്നങ്ങളിലുമൊക്കെ വളരെ ശക്തമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു വ്യക്തി സ്വാധീനമായിരിക്കും പോപ്പ് എന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു പോപ്പ് വരിക എന്ന് പറയുമ്പോൾ ലോകം വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും അതേപോലെ തന്നെ റഷ്യ യുക്രൈൻ വാറും ഒക്കെ പുതിയ പോപ്പിന്റെ വരവോടുകൂടി ഏത് രീതിയിലായിരിക്കും മുമ്പോട്ട് പോകുക എന്നുള്ളതൊക്കെ പോപ്പിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ അത്രമേൽ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്.
അപ്പോൾ പുതിയ പോപ്പ് ആര് തന്നെ ആയിരുന്നാലും ലോകത്തിന്റെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതുമായിട്ടുള്ള നല്ല വ്യക്തിപ്രഭാവമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോ കാണാം. ബൈ.